ഹായ് നമസ്കാരം, അഭിലാഷ് ഷാട്ടയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. നല്ലൊരു ഷൂട്ട് കഴിഞ്ഞു. നമ്മുടെ ജനതാ വിഷൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പെരേരയും ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാലക്കുടി ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയ പുതിയ വർക്കുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്കമാലിയിലെ ഗുണ്ട ബിനിച്ചേട്ടൻ. ബിനിച്ചേട്ടാ നമസ്കാരം. അങ്കമാലി ഗുണ്ടയാണോ സത്യത്തില്? ഓക്കെ, എന്തായാലും ഗുണ്ടാവേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സാധാ ഓട്ടോറിക്ഷക്കാരനാണ്. ഇപ്പോൾ കുറേ സിനിമകളും ആൽബങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ബിനിച്ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. പിന്നെ അടിപൊളി വേഷങ്ങളിൽ കിടന്നു വരുന്ന പ്രിയപ്പെട്ട കലാകാരി സുജാത. നമസ്കാരമുണ്ട് സുജാത. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? അടിപൊളിയായിരുന്നു. സന്തോഷമായി? ഇൻ്റർവ്യൂക്ക് സന്തോഷമായോ? കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. കോളനി മൂവിയിലൊക്കെ ഒരു വേഷം ചെയ്തു അല്ലേ? മാസ്റ്റർ മനാഫ് ആദിലാണ് എൻ്റെ. എന്തായാലും ഇനി അവസരങ്ങൾ കിട്ടട്ടെ പ്രാർത്ഥിക്കാം. അതുപോലെ നാടകത്തില് ശരി, സാറിൻ്റെ നാടകത്തിൽ കിട്ടിയോ? വലിയൊരു കാര്യമല്ലത്. ഓ അത് ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഓണം സീസണൊക്കെ ആകുമ്പോൾ പ്രോഗ്രാം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇനി വിളിച്ചാൽ കിട്ടില്ല, പരിധിക്ക് പുറത്തായിരിക്കും അല്ലേ? ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒരു സംവിധായക, അതുപോലെ തന്നെ എന്താ പറയുക, ചാനലിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ കലാകാരി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് അനുപമ മേനോൻ. ആദ്യ മൂവി ഇപ്പോൾ ഇറങ്ങിയായിരുന്നല്ലോ അല്ലേ? 1 എന്നാണ് എൻ്റെ സിനിമയുടെ പേര്. അത് 2022 ജൂൺ 3 റിലീസായി. അതിന് ചെറിയൊരു അവാർഡൊക്കെ കിട്ടി. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മൂവി എന്നുള്ള ഒരു ചെറിയൊരു അവാർഡ് വന്നു. അതിൽ കുറെ ഞാൻ അറിയുന്ന കുറച്ച് പേരൊക്കെ അഭിനയിച്ചിരുന്നു. അതെ, പ്രൊമോഷൻ ഉണ്ടാവും. ഗിരീഷ് ചേട്ടൻ കോളനി മൂവിയിലുണ്ടായിരുന്നു. എന്തായാലും സന്തോഷം. എന്തായാലും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അടുത്തൊരു പടം തുടങ്ങുന്നതായിട്ട് അറിഞ്ഞു. അതിന്റെ ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? അതിന്റെ രണ്ടാമത്തെ മൂവി ഇപ്പോൾ ഒരു 1 hour ആണ് ടൈം. തിയേറ്റർ മൂവി ആയിട്ടല്ല, OTT ആണ്. കല്യാണം 2K23 എന്നാണ്. ഒരു വ്യത്യസ്തമായ പേരാലോ. അത് നമ്മുടെ സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മളതിൽ. അപ്പോൾ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉണ്ട്. അഡ്വാൻസ് ആശംസകൾ നേരുന്നു. താങ്ക് യു. ഇനിയും സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളെപ്പോലെ പാവപ്പെട്ട കലാകാരന്മാരെ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ പയ്യനുണ്ടല്ലോ മോനെ, പേരെന്ന് പറഞ്ഞേ? ശ്രീഹരി. മകൻ അല്ലേ? അതെ, എന്റെ മകനാണ്. അതിൽ ഒരു ക്യാമറമാനാണ് കേട്ടോ. അടിപൊളിയായിട്ട് ക്യാമറ ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ മാത്രമല്ല, എന്റെ സിനിമയുടെ ഫിനാൻസ് കൺട്രോളറാണ്. അറിഞ്ഞില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രൊജക്ടുകളിലും എന്റെ മകനാണ് എന്റെ കൂടെ എല്ലാത്തിനും. അടിപൊളി, അതാണ് സപ്പോർട്ട് വേണമല്ലോ. എന്തായാലും നിങ്ങളുടെ പുതിയ മൂവിക്ക് ആശംസകൾ നേരുന്നു. ഒന്നുകൂടെ പേരെന്ന് പറയുന്ന സിനിമയുടെ? ഓക്കെ, അപ്പോൾ എന്തായാലും ആ പേര് തന്നെ ഒരു വ്യത്യസ്തയാണ്, സിനിമയും വ്യത്യസ്തയാവട്ടെ. അതിൽ പാട്ടുകളൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടു, അത് പബ്ലിക്കായിട്ടില്ല ആവും. എന്തായാലും പാട്ട് രസമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം അലിൻ ജോസ് പെരേര. എങ്ങനെയായിരുന്നു ഇന്റർവ്യൂക്ക്? നല്ല രസമായിട്ടുണ്ടായി. പോലെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സാധാരണ ചോദ്യമൊക്കെ ചോദിച്ച് കുഴപ്പിച്ചു നമ്മുടെ ചേച്ചിയില്ലേ? ആഗ്രഹിച്ച് ചോദ്യം ചോദിച്ച് പേടിപ്പിച്ചു അല്ലേ? വെള്ളം കുടിപ്പിച്ചു. കൊള്ളാം. എന്തായാലും അടിപൊളി, സന്തോഷമല്ലേ പെരേര? പുതിയൊരു സിനിമ ഇവര് വരുന്നുണ്ട്, ഒന്ന് പറഞ്ഞേരെ. പുതിയൊരു പടം വരുന്നുണ്ട്. നമ്മുടെ ഒരു വർക്കിൽ നമുക്ക് അലന് റോള് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം. തീർച്ചയായും നമുക്ക് നോക്കാം. ഓക്കെ, കൂടെ അഭിലാഷം ഉണ്ടാവും. അത് കേട്ട സന്തോഷമായി. അപ്പോൾ താങ്ക് യു. അപ്പോൾ അതുപോലെ അടുത്ത ആളെന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പം ആദ്യ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുകയാണ്. നീഷേട്ടാ നമസ്കാരം. നമസ്കാരം. 10ാം ക്ലാസ് പ്രണയമാണ് ആദ്യ മൂവി അല്ലേ? അതിനു മുമ്പ് സിനിമയില് പല മേഖലകളും ഉണ്ടായിരുന്നല്ലോ. അസോസിയേറ്റ് ആയിട്ടും ചീഫായിട്ടൊക്കെ ഒരുപാട് നിരവധി സംവിധായകന്മാരോട് വർക്ക് ചെയ്തു. ഇനിയിപ്പോ രണ്ടാമത് വേറെ തമിഴ് മൂവി ഉണ്ടായിരുന്നു. തമിഴിലായിരുന്നു കൂടുതൽ ശോഭിച്ചല്ലേ രണ്ടാമത് പടം? തമിഴില് എന്റെ ഗുരുക്കന്മാരൊക്കെ ഒരുപാട് തമിഴിലുണ്ട്. അപ്പൊ അങ്ങനെ തമിഴിലേക്ക് കൂടുതൽ. ഇപ്പൊ മൂന്നാമതൊരു സിനിമയുടെ വർക്കിലാണ് എന്തായാലും അല്ലേ? അതെ, ഇനിയിപ്പം ഞാൻ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു പടത്തിലേക്ക് പോവുകയാണ്. ഈ 10ാം ക്ലാസ്സിലെ പ്രണയം എന്ന് പറയുന്ന സിനിമ ഞാൻ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്ന ടൈമിലായിരുന്നു. അപ്പൊ അവിടെ ടൊവിനോടെ വോയിസ് ചെയ്യുന്നൊരു പയ്യൻ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ അവൻ ഒരുപാട് പബ്ലിസിറ്റി അതിൽ വന്ന് പറയുകയും ചെയ്തു, കോമഡി ഉത്സവത്തിൽ പറയുകയും ചെയ്തു. പിന്നെ ഈ പേര് ഭയങ്കര ഒരു പബ്ലിസിറ്റി ആയി പോയി. ഈ സിനിമയുടെ ഈ 10ാം ക്ലാസ്സിലെ പ്രണയത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു നടൻ ടോവിനോ തോമസ്. അതാണ് എന്റെ പ്രത്യേകത. വലിയൊരു വളരെ സൗഹൃദമുള്ള ഒരാളാണ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ വേറൊരു കാര്യം കൂടെ പറയാം.
ഞാൻ അതിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. വരെ 10ാം ക്ലാസ്സിലെ പ്രണയ മൂവിയുടെ അസിസ്റ്റന്റ് ഒരാൾ ഞാനാണ്. അല്ല, ഐശ്വര്യമുള്ള ഒരു പേരാട്ടോ ചേട്ടാ. ശരിക്കും അഭിലാഷിനെ ഞാൻ പരിചയപ്പെടുന്ന ശരിക്കും പറഞ്ഞാല് ഒരു 5 വർഷത്തിന്റെ ഒന്നിക്കാൻ പറ്റിയെന്നാണ്. അതെ, ഞങ്ങള് കുറെ ഫോണിൽ കൂടിയുള്ള കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പുകളും എല്ലാം ഉണ്ട്. വളരെ സന്തോഷം. ഒരു അലിൻ ശരിക്കും പറഞ്ഞ ഞാൻ അലിനെ കാണുമ്പോ അലിൻ എനിക്ക് തോന്നിയത് അലിൻ ശരിക്കും അഭിനയിക്കാൻ തോന്നി, പക്ഷെ ശരിക്കും ജീവിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ശരിക്കും. പിന്നെ തമിഴ് സിനിമയുടെ പബ്ലിസിറ്റി ഭയങ്കരമായി പോയിട്ട് എറണാകുളം ടൗൺ മൊത്തം നിങ്ങളുടെ പരസ്യമായിരുന്നു. തമിഴ് മാത്രല്ല, മലയാളം, തമിഴ്, എല്ലാ ഭാഷകളും അതിന്റെ ട്രെയിലറൊക്കെ അടിപൊളിയായി പോയായിരുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. എന്തായാലും വലിയ എനിക്ക് ടീമിന്റെ ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹം. എന്തായാലും പുതിയ സിനിമയ്ക്ക് എല്ലാവരും ആശംസകളും കട്ട സപ്പോർട്ട് ഞാനും അല്ലടാ. ഓക്കെ, അപ്പൊ 10ാം ക്ലാസ്സിലെ പ്രണയം ഇപ്പൊ യൂട്യൂബിലുണ്ട്, എല്ലാവരും കാണുക. ഞങ്ങൾ ഇനി ഒരുമിച്ച് ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു നിതീഷ് ചേട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു വിഷ്ണു അല്ലേ, ക്യാമറ മാത്രമല്ല കേട്ടോ, സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ എടുക്കുന്ന ആളാണ് അല്ലേ. ഞാൻ ഫോട്ടോ എടുക്കുന്നത് ചേട്ടാ സെലിബ്രിറ്റീസ് ഒക്കെ ലക്ഷക്കണക്കിന് പൈസ തന്നെ എടുക്കണേന്ന് തോന്നി, എങ്കിലും എടുത്തു. എന്നെ ഇതുപോലത്തെ ഒരാളെ കിട്ടില്ല എന്ന് വിഷയം പറഞ്ഞു അല്ലേ. എന്തായാലും സന്തോഷം. എവിടെ സ്ഥലം എവിടെയാ? ഷൊർണൂരല്ലേ. അപ്പം അതുപോലെ തന്നെ അടുത്തൊരു നിവിൻ പോളി ആവാൻ പോകുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കളിയാക്കി പറയല്ല, ഇപ്പോൾ ഒരു ചെറിയൊരു അത് സസ്പെൻസാണ്, അത് വന്നിട്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇതാണ് കുഴപ്പം. പെരേരെല്ലാം കയറി വിളിച്ചു പറയും, എന്നിട്ട് ഏത് പടത്തിൽ തന്നെ ഇന്ന പടത്തിൽ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പെരേര പറഞ്ഞ. അപ്പം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ജീവിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പം നല്ല പെർഫോമൻസ് ചെയ്യുന്നൊരു കലാകാരനാണ്. സന്തോഷം. വിഷ്ണു, എന്തായാലും ഇതുപോലത്തെ ഒരുപാട് ഷോ ചെയ്യണ്ടല്ലേ. ഞാനൊരു ഉപദേശം ഉണ്ട് കേട്ടോ, മറ്റേ ലാലേട്ടൻ ചെയ്ത ഉപദേശം ഉള്ളല്ലോ എന്നൊക്കെ ഒരു ഇതല്ല. എന്താണെന്നറിയോ, ഇതുപോലെ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതായത് അവരറിയുന്നില്ലല്ലോ ഈ ഷോ ചെയ്യുമ്പോൾ. അന്നേരം എന്തെങ്കിലുമൊക്കെ അല്ല ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അല്ലേ നിഷേട്ടാ, എന്തെങ്കിലും ഷോപ്പിലൊക്കെ ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ഫ്രാങ്ക് ചെയ്യുമ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളിങ്ങനെ ഷോ ആയിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അതല്ല, ചിലപ്പോൾ ഇങ്ങനെ ഒരാളെ കളിയാക്കുന്ന സീനൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ ഒറിജിനലാന്ന് കരുതി എന്തെങ്കിലും സ്റ്റണ്ടോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതല്ലടാ, ഒരാൾ പറയാണ്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്യണത്. ഇപ്പൊ ചേച്ചീനെ നമ്മളൊന്ന് കളിയാക്കുമെന്ന് വെച്ചു, അപ്പൊ അതൊരു കോമഡി ഷോ ആണെങ്കിൽ കുറെ കഴിയുമ്പോൾ ചേച്ചി നീ എന്താ കുറെ നേരമായല്ലോ എന്ന് പറഞ്ഞ് ചൂടാവൂലേ എന്ന് പറയല്ലേ. അപ്പൊ എന്തായാലും കിട്ടാണ്ടിരിക്കട്ടെ. ഓക്കെ ഓക്കെ. കാരണം നമ്മുടെ അവിടെ മറൈൻ ഡ്രൈവിലേക്ക് ഒരുപാട് ഷോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പണ്ടൊക്കെ ഈ ഗുലിമാൽ എന്ന ഷോ ആയിരുന്നു. അതെ അതെ. എന്തായാലും സന്തോഷം വിഷ്ണു, എന്തായാലും നല്ലൊരു ആക്ടറാണ് കേട്ടോ. അപ്പൊ ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരോടും ടീമിനോടും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇതിന്റെ പേരൊന്ന് പറഞ്ഞേരെ. എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് A4 Aliens എന്നുള്ള. A4 Aliens അതൊരു വ്യത്യസ്തമാണ്. അത് കോഴിക്കോടൊക്കെ ബേസ് ചെയ്യുന്ന ഇതുകൊണ്ട് പേരുകളാണ് കൂടുതലും അല്ലേ. എന്തായാലും അപ്പോൾ അത് വിജയമാട്ടെ. കുഞ്ഞു വിഷ്ണു, നിതീഷ് ചേട്ടാ, പെരേര, ഇവിടെ ചേച്ചി സുജാത, ചേട്ടാ ചേട്ടാ നമ്മൾ കൊച്ചിറക്കൻ. അപ്പോൾ എല്ലാവരോടും അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുക. പുതിയ പുതിയ സിനിമകൾ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാം, ഈ അവസരത്തിൽ പറയുകയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഷൂട്ട് വന്നുകൊണ്ടാണ് ഇത് ഓടി വന്ന് എത്തിയത്. ഇപ്പോൾ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ. നമ്മുടെ ആ ദുരന്തത്തിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. എങ്കിലും നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാവരും പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കമൻ്റ് ഇടും, ഓ നിങ്ങൾക്ക് ഈ സമയത്താണോ ഷൂട്ട് ചെയ്യേണ്ടത്, ഈ സമയത്താണോ ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടും. എല്ലായിടത്തും സിനിമ ഷൂട്ടും എല്ലാം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും അത് വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ഞങ്ങൾക്കല്ലേ മലയാളി മാത്രം എല്ലാ മനുഷ്യർക്കും സങ്കടമുണ്ട്. അപ്പോൾ അത് ഇനി വരാണ്ടിരിക്കട്ടെ. ഒരുപാട് അഹങ്കാരം കാര്യങ്ങളൊക്കെ മനുഷ്യരിലുണ്ട്, അതൊക്കെ മാറ്റിവെച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഇതെല്ലാം മാറും. ഇനിയൊരു ദുരന്തം വരാണ്ടിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അഹങ്കാരമാണ്. ഇപ്പോൾ കുറച്ച് നാൾ ഒന്നിച്ചിട്ട് വീണ്ടും ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ വീണ്ടും അഹങ്കാരത്തിലേക്ക് പോകും. കൊറോണ വന്നപ്പോൾ എന്തായിരുന്നു, വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്തായിരുന്നു, ഒരാളെ കാണുമ്പോൾ എന്താണ് അഭിലാഷേ വാടാ ചായ കുടിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞതെല്ലാം മാറിക്കഴിയുമ്പോഴല്ലോ നമ്മൾ കാണും എന്തരാ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മനുഷ്യൻ. ആ അഹങ്കാരം മാറി ഒത്തൊരുമയോടെ ഇപ്പം ജാതി മതഭേദമില്ലാണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുപോലെ എല്ലാവരും ഒത്തൊരുമയോടെ പോകട്ടെ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന എല്ലാവരും സുഖപ്രദമായിട്ട് തിരിച്ചു വരട്ടെ. എന്തായാലും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയവരെ നമുക്കിനി ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ആത്മാവിനെല്ലാം നിത്യശാന്തി നേരുന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വർക്കിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.